ഹലോ, ഗുഡ് മോർണിംഗ് ടു ആൾ. നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രസൻറ്റേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് പുതിയൊരു മോഡ്യൂളിനെ കുറിച്ചാണ്. മോഡ്യൂൾ മുഴുവനും നമുക്ക് നിയോ ക്ലാസിക്കൽ ഞാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് വരാം. പ്രസൻറ്റേഷൻ ആണെങ്കിലും കണ്ട മൗസ് ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. ഞാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് വരട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, 1 second. Let me close that. Okay, everything became functional. View, read mode. I'm going to present here. Admit. It's now new classical. Okay. 1.01. Okay, sorry. Okay, so once more good morning, especially for those who are joined late. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് ഇതാണ്, ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ് ഓർ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് മോഡൽ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഒരു പുതിയ മോഡ്യൂളാണ്. ഈ മോഡ്യൂൾ അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പഠിച്ച് പെട്ടെന്ന് തീർക്കാവുന്ന ഒരു മോഡ്യൂളാണ്. ഇങ്ങനെയുള്ള മോഡ്യൂൾ 2 കൂടെ നമുക്കിനിയുള്ളൂ. അപ്പോൾ എന്താണ് ഈ നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്നൊരു ബ്രീഫ് ഇൻട്രഡക്ഷൻ തന്നിട്ട് ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ, കാരണം വേറെ ചില കാരണങ്ങളുണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ ഗിവ് യു എ വെരി ബ്രീഫ് ഇൻട്രഡക്ഷൻ about this particular model. The entire module is about a group of economists who arrived in macroeconomic sphere by 1970s. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ ക്ലാസിക്കൽ തിയറി പഠിച്ചു അല്ലേ? ക്ലാസിക്കൽ തിയറി നമ്മൾ പഠിച്ചു. അതിനും നമ്മൾ മെർക്കാനിലിസവും ഫിസിയോക്രസിയൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മൾ ക്ലാസിക്കൽ തിയറി ആണല്ലോ ഇച്ചിരി വലിയ തിയറി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കെയ്ൻസിൻ്റെ ഇക്കണോമിക്സിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്നാണെന്നറിയോ, നമ്മൾ മോണിറ്ററിസ്റ്റിനെ കുറിച്ച് പഠിച്ചു. മോണിറ്ററിസ്റ്റ്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ കുറച്ച് ചെറിയ PKE പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ സ്കൂൾ ഓഫ് തോട്ടാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. മോണിറ്ററിസം, റാഷണൽ എക്സ്പെക്റ്റേഷൻസ്, ഇങ്ങനെ ഓരോരോ സ്കൂൾ ഓഫ് തോട്ടുകൾ അല്ലെങ്കിൽ ഇക്കണോമിക്സിൻ്റെ ഓരോ മേഖലകൾ, ഓരോരോ മെത്തഡോളജി പയറ്റിയ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും. അതിലൊരു പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പ്രധാനം എന്നതിനേക്കാൾ ഒരു റീസെൻ്റ് ഉള്ള ബ്രാഞ്ചസ് ആണ് ഈ ന്യൂ ഇക്കണോമിക്സ് അല്ലെങ്കിൽ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് സ്കൂൾ. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, നമ്മൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിപരമായി ആളുകളെല്ലാം ബിഹേവ് ചെയ്യും. ആളുകളെല്ലാം ഭയങ്കര ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാണ്. അവർക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പാസ്റ്റിനേക്കാളുപരി, പാസ്റ്റ് എക്സ്പീരിയൻസ് അതിനേക്കാളുപരി എന്താണ്, അവരുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചാണ് ഇക്കണോമിക് ഡിസിഷൻസ് ടേക്കിംഗ് എടുക്കുന്നത് എന്നാണ് ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഗ്രൂപ്പുകാർ പറഞ്ഞത്. അതിൽ ഇവരുടെ ഒരു പ്രത്യേകത എന്താ പറയുക, നമ്മൾ കെയ്ൻസിൻ്റെ ഇക്കണോമിക്സ് നമ്മൾ കാര്യമായിട്ട് പഠിച്ചു. മോണിറ്ററിസ്റ്റിനെ കുറിച്ച് കുഴപ്പമില്ലാതെ പഠിച്ചു. ഇവരെല്ലാം ഫിലിപ്സ് കാർവ് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തെന്ന് നമ്മൾ പഠിച്ചു. ശരിയല്ല, ഇവയെല്ലാം നമ്മൾ പഠിച്ചു. റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഫിലിപ്സ് കാർവും നമ്മൾ പഠിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഗ്രൂപ്പിനും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 വേർഷൻസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒന്ന് കെയ്നീഷ്യൻ മൈക്രോ എക്കണോമിക്സ്, 2 മോണിറ്ററിസം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസുമായിട്ട് എന്താണ് വ്യത്യാസം? റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എന്ത് അപ്രോച്ചാണ് ഇതിനു മുമ്പുള്ള ഇക്കണോമിക്സ് സ്കൂളുകളോട് എടുത്തത്? അതൊക്കെ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ കെയ്ൻസിനെതിരെ ഉള്ള റെവല്യൂഷനായിരുന്നു ഈ മോണിറ്ററിസം. ഓക്കെ, എന്താണ് കെയ്ൻസിനെതിരെയുള്ള ഒരു റെവല്യൂഷനായിരുന്നു മോണിറ്ററിസം. അപ്പോൾ നമ്മൾ കെയ്നീഷ്യൻ ഇക്കണോമിക്സിനെ തന്നെ നമ്മൾ വിളിക്കുക കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്നാണ് അല്ലേ? എന്താണ് കെയ്നീഷ്യൻ റെവല്യൂഷൻ? ഞാൻ മുഴുവനായിട്ട് എഴുതിക്കട്ടെ. കെയ്നീഷ്യൻ റെവല്യൂഷൻ സെക്കൻഡ് അലീനെ അഡ്മിറ്റ് ചെയ്തോട്ടെ. സോ അതിന് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ വ്യൂ എടുക്കാം, റീഡ് മോഡിൽ ഇട്ടു ഇങ്ങോട്ട് മാറ്റിയിട്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടും ഡിലീറ്റ് ചെയ്യാനുള്ള ആങ്കർ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ അറിയാം, ക്ലാസിക്കൽസിനെതിരെയുള്ള കെയ്ൻസിനെ അറ്റാക്കായിരുന്നു കെയ്നീഷ്യൻ റെവല്യൂഷൻ. എന്നിട്ട് കെയ്ൻസിനെതിരെയുള്ള മോണിറ്ററിസ്റ്റിൻ്റെ തിരിച്ചടിയായിരുന്നു കൗണ്ടർ റെവല്യൂഷൻ.
നമ്മളതിനെ മോണിറ്ററിസ്റ്റ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ഒന്ന് ഓർക്കുന്നുണ്ടല്ലോ, അല്ല ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ. മോണിറ്ററിസ്റ്റ് കൗണ്ടർ റെവല്യൂഷൻ. ഓക്കെ, എന്താണ് കൗണ്ടർ റെവല്യൂഷൻ? അപ്പോൾ അതാണ് ഈ മോണിറ്ററിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. ക്ലാസിക്കൽസിനെതിരെയുള്ളത് കെയ്നീഷ്യൻ. അപ്പോൾ ക്ലാസിക്കൽസ് തന്നെ മെർക്കാന്റിലിസത്തിനെതിരെ വന്ന സ്കൂൾ ഓഫ് തോട്ടാണ്. ഇതെല്ലാം നടന്നത് പെട്ടെന്നൊന്നുമല്ല. 1550-കളിലാണല്ലോ മെർക്കാന്റിലിസം അവസാനിക്കുന്നത്. 1776-ലാണല്ലോ ക്ലാസിക്കൽസിൻ്റെ ബുക്ക് വരുന്നത്. പിന്നെ ക്ലാസിക്കൽസ് എതിർത്തു. ക്ലാസിക്കൽസിനെ കെയ്ൻസിൻ്റെ റെവല്യൂഷനിലൂടെ കെയ്നീഷ്യൻ റെവല്യൂഷനിലൂടെ കെയ്ൻസ് എതിർത്തു. കെയ്ൻസിനെതിരെ മോണിറ്ററിസ്റ്റ് കൗണ്ടർ റെവല്യൂഷൻ നടത്തി. അങ്ങനെയാണെങ്കിൽ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എവിടെ, ആർക്കെതിരെയായിരിക്കും? ഇതെല്ലാം കൂട്ടിയിടി പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരമായിട്ട് എതിർത്തത് കെയ്ൻസിനെയാണ്, കുറച്ചൊക്കെ മോണിറ്ററിസ്റ്റിനെ എതിർത്ത്. അപ്പോൾ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞത് എന്താ പറയുക, ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ. ആ വാക്ക് ഒരിക്കലും മറക്കരുത്. എന്താണ് ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ? സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇക്കോണമി നേരെ നിർത്തുക. നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റിസഷൻ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് റിസഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിനുണ്ട് സമ്പദ്ഘടനയ്ക്കുണ്ട് നമ്മൾ കണ്ടു, ശരിയല്ലേ? അപ്പം ഡിപ്രഷൻ എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം പഠിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഡിപ്രഷൻ, നമ്മൾ ഡിപ്രഷൻ കേട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കുള്ള ഡിപ്രഷനാണോ ഇക്കോണമിക്കുള്ളത്? ഒരു ശുഭപ്രതീക്ഷ പോലും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരിക. അപ്പം ബേസിക്കലി ഡിപ്രഷൻ ഈസ് എ സൈക്കോളജിക്കൽ എക്സ്പ്രഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതാണ് നമ്മൾ ഈ ബിഹേവിയറൽ എക്കണോമിക്സ് ലോകത്തെ കീഴടക്കുന്ന ഒരു കാലഘട്ടത്താണ് ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ കാലഘട്ടം. ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് ലോകത്തിലെങ്ങും ഭരിക്കുകയാണ്. അപ്പോൾ ബിഹേവിയറൽ എക്കണോമിക്സ് പുതിയ കെയ്ൻസുകാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് ഈ ഇക്കണോമിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ എലമെൻ്റ് അതിനകത്ത് ഒത്തിരി ഉണ്ട്. നമ്മളൊരു സാധനം മേടിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലേ? വേറൊരാളത് മേടിച്ചു, അല്ലെങ്കിൽ എനിക്ക് ആ കളർ നല്ലതാണ്, അല്ലെങ്കിൽ ഇതൊരു ട്രെൻഡി ആയിട്ടുള്ള സംഭവങ്ങളാണ്, ഭാവിയിൽ ഇത് ഭയങ്കര ട്രെൻഡി ആയിരിക്കും, അങ്ങനെയുള്ള നമ്മളെ പ്രതീക്ഷകളുണ്ടാകും. അപ്പം ഇക്കണോമിക്സിനേക്കാളും ഉപരി നമ്മുടെ മൈൻഡാണ് നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയറാണ്. ഇതാണ് മോഡേൺ ഇക്കണോമിക്സ് പറയുന്നത്. ഈ കാര്യം ഞാൻ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ജയലക്ഷ്മി വരാൻ നോക്കി, നമുക്ക് റേഞ്ച് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഓരോ ഇക്കണോമിക് സ്കൂൾ ഓഫ് തോട്ട്, വാക്ക് ഇങ്ങനെ പറഞ്ഞോട്ടെ, എന്താണ് സ്കൂൾ ഓഫ് തോട്ട് ഓരോന്നിനും നമ്മൾ എത്രയോ ആൾക്കാരെ കണ്ടു ഈ കഴിഞ്ഞ മൈക്രോ എക്കണോമിക്സിൻ്റെ തുടക്കം തൊട്ട് ഇപ്പം വരെ, അല്ലേ? നമ്മൾ ഫ്രം ഫിസിയോക്രസി ആൻഡ് മെർക്കാനിലിസം ടു വി ആർ എക്സ്റ്റെൻഡഡ് അപ് ടു റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഗ്രൂപ്പ്. പേര് കേട്ടാൽ ഭയങ്കര ഒരു പ്രത്യേകത തോന്നുന്നില്ലേ? അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ആ ഗ്രൂപ്പിന്. അപ്പോൾ അത് കൊണ്ടുവന്നത് ജോൺ സി മുത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ആ തിയറി 1961 തന്നെ കൊണ്ടുവന്നു. അതിനുശേഷം 1970 ഈ തിയറിക്ക് അല്പം കൂടെ ഒരു ചട്ടക്കൂട് കൊടുത്ത ആളാണ് റോബർട്ട് ലൂക്കാസ്. അപ്പോൾ ഈ ലൂക്കാസ് അതുവരെയുള്ള കെയ്നീസിൻ്റെ തിയറിനെയും അതുപോലെ ആരുടെ തിയറിയും മോണിറ്ററിസ്റ്റിൻ്റെ തിയറിയെയും ശക്തമായി വിമർശിച്ചു. കെയ്ൻസിനെതിരെ കടിക്കുകയും മോണിറ്ററിസ്റ്റിനെതിരെ കുറയ്ക്കുകയും ചെയ്ത്. അങ്ങനെയല്ല, ഞാനിങ്ങനെ വാക്കുകൾ മോശമല്ല, ഇപ്പോൾ റൂഡായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഐ എം സോറി. ബട്ട് എന്നാൽ പോലും നമ്മൾ കൃത്യം ഒരു നാടൻ ടെർമിനോളജി പറയുകയാണെങ്കിൽ ഒരാളെ നമ്മൾ അടിക്കുകയും ഒരാളെ നമ്മൾ വഴക്കുറയും ചെയ്ത് എന്ത് വ്യത്യാസം കാണും. അതുപോലെ തന്നെ കെയ്ൻസിനെതിരെ അത്ര ശക്തമായ ആക്രമണമായിരുന്നു റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എന്ന ഗ്രൂപ്പ്. ഏത് രീതിയിലാണ് ആക്രമണം എന്ന് നമ്മൾ തിയറി പഠിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. മോണിറ്ററിസ്റ്റിനെ ഒരല്പം കൂടെ വിമർശിക്കുക ചെയ്ത്. അപ്പം രണ്ടുപേരെയും വിമർശിച്ചെങ്കിലും ശരിക്കും കെയ്ൻസിനെതിരെയുള്ള ഒരു ആക്രമണമായിരുന്നു ആരുടെ? റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എന്ത് കാര്യങ്ങളാണ് അവർ പഠിച്ചത്, എന്ത് കാര്യങ്ങളാണ് അവർ പ്രബോധിപ്പിച്ചത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചെയ്തത്? ബേസിക്കലി റാഷണൽ എക്സ്പെക്റ്റേഷൻസ് said that they said that Keynesian theory was wrong and they adopted several of the classical tools, classical approaches. ഓക്കെ, അപ്പം ക്ലാസിക്കൽ ടൂൾസിനെയും ക്ലാസിക്കൽ അപ്രോച്ചസിനെയും ഇഷ്ടപ്പെട്ട് അഡോപ്റ്റ് ചെയ്ത ഒരു ഗ്രൂപ്പായിരുന്നു ആര്? ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. അതുകൊണ്ടാണ് അവരുടെ പേര് എന്തായിത്തീരുന്നത്? ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ന്യൂ ക്ലാസിക്കൽ? അവരെ റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പേര് വിളിച്ചാലും അവരിങ്ങനെ ന്യൂ ക്ലാസിക്കൽ കൂടെ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ക്ലാസിക്കൽ ഐഡിയ ശരിയാന്ന് പറഞ്ഞാൽ. ക്ലാസിക്കൽ ഐഡിയ ശരിയാണെന്ന് പറഞ്ഞത് ഇതിനു മുമ്പ് മോണിറ്ററിസ്റ്റാണ്, അല്ലേ? മോണിറ്ററിസാണ്. അപ്പം കെയ്ൻസിനെ വിമർശിച്ച് വരുമെന്ന് ക്ലാസിക്കൽ ഐഡിയ ശരിയാണെന്ന് പറയും. ക്ലാസിക്കൽ ഐഡിയ എന്താ പറയുന്നത്? അവർ ലേസർ ഫെയർ പോളിസിയാണ്, അല്ലേ?
ഗവൺമെൻറ് അല്ല വേണ്ടത്, മാർക്കറ്റാണ്. ഡിമാൻഡ് കൂടുതലുള്ളതിന് പ്രൈസ് കൂടും, പ്രൈസ് കൂടുതലുള്ളത് പ്രൊഡ്യൂസ് ചെയ്യട്ടെ. ഡിമാൻഡ് കുറവുള്ളതിന് പ്രൈസ് കുറയും, പ്രൈസ് കുറയുള്ളത് പ്രൊഡക്ഷൻ കട്ട് ചെയ്യട്ടെ. ഇങ്ങനെ മാർക്കറ്റാണെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റി നടക്കട്ടെ, മാർക്കറ്റ് മെക്കാനിസം വർക്ക് ചെയ്യട്ടെ എന്നുള്ള നമ്മളെന്താ പറയുക, ഒരു ഹോളി ഫെയ്ത്തിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഇക്കോണമിസ്റ്റ് ആയിരുന്നു ക്ലാസിക്കൽസ്. അപ്പോൾ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ യുക്തിപരത വിമർശിക്കാൻ കെയ്ൻസിന് മാത്രമേ പറ്റുള്ളൂ. കെയ്ൻസ് പറഞ്ഞു ഗവൺമെൻറ് കുഴപ്പമില്ല, ഗവൺമെൻറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ഇൻഎഫിഷ്യൻസി വന്നു. പിന്നെ കെയ്നീഷ്യൻ ഇക്കണോമിക്സിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു എന്താണെന്ന് പറയും, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും ഒരു കാരണവശാലും ഒരുമിച്ച് നടക്കില്ല. ഇതാണ് അവർ പറഞ്ഞത്. എന്താണ് ഇൻഫ്ലേഷൻ? ദർ കനോട്ട് ബി എനി കോ എക്സിസ്റ്റൻസ് ഓഫ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ്. ദാറ്റ് ഈസ് ദർ ഇൻ ദ ഫിലിപ്സ് കർവ്. ഫിലിപ്സ് കർവ് ശരിക്കും പറയുകയാണെങ്കിൽ ഫിലിപ്സ് പഴയ കാലത്ത് കൊണ്ടുവന്നെങ്കിലും കെയ്നീഷ്യൻ തിയറിക്ക് കൊടുത്ത ഒരു ശരിയായിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലൈക്കായിരുന്നു. നമുക്ക് എന്താ പറയുക, ഈ ഫിലിപ്സ് കർവ് എന്ന് പറയാം. ഫിലിപ്സ് കർവ് പറഞ്ഞ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ല, നിങ്ങൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കണമെങ്കിൽ ഇൻഫ്ലേഷൻ കൂട്ടണം. അപ്പോൾ അങ്ങനെ ഒരു മെനു കൊടുത്തപ്പോണ്ടല്ലോ പല തിയറികളും അതിനെ ടെസ്റ്റ് ചെയ്ത് ഏറ്റവും അവസാനം പറഞ്ഞു ഫിലിപ്സ് കർവ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. റാഷണൽ എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞു ഷോർട്ട് റണ്ണിൽ പോലും ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താ പറയുക, ഷോർട്ട് റണ്ണിൽ ആളുകൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും. അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ അനുസരിച്ച് ഇപ്പം തന്നെ കൂലി കൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് ഏറ്റവും അവസാനം ഒരു കാരണം വെച്ചാൽ അവർ ഹയർ ഇൻഫ്ലേഷൻ മേടിക്കില്ല. ഹയർ ഇൻഫ്ലേഷൻ ആണെങ്കിൽ വേജ് റേറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വേജ് റേറ്റ് കൂടുമ്പോൾ എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ പറ്റില്ല, അൺഎംപ്ലോയ്മെൻറ്റ് പഴയ നിൽക്കും. അതുകൊണ്ട് ഷോർട്ട് റണ്ണിൽ പോലും ഫിലിപ്സ് കർവ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരേ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ മെത്തഡോളജി എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ പറയുന്ന പ്രധാനപ്പെട്ട തിയറി ഏതൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ അധികം വറിയിടാണ്ട് നമ്മൾ പയ്യെ പഠിക്കും. പക്ഷേ അവരുടെ ഒരു പോക്ക് എന്തായിരുന്നു, അവരുടെ ഒരു എന്താ പറയുക ലൈൻ ഓഫ് തിങ്കിങ് തന്നെ, അത് ക്ലാസിക്കൽ ഇക്കണോമിക്സിനോട് അടുത്ത് നിന്നു. അതുകൊണ്ടാണ് നമ്മളവരെ നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സ് നമ്മളവരെ വിളിക്കുന്നത്. അല്ലെങ്കിൽ അവർ കെയ്നീഷ്യൻ ഇക്കണോമിക്സിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു. അവർ ചെറിയ രീതിയിൽ മോണിറ്ററിസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്തു. അപ്പോൾ ഇത് കൊണ്ടുവന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ പഠിക്കും. നമുക്ക് സിലബസിൻ്റെ അത് അത്യാവശ്യം വലിയ കോംപ്ലക്സിറ്റി ഇല്ലാത്ത രീതിയിലാണ് സിലബസ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം എളുപ്പമാണ്. നമ്മളതിനെ കൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. നമുക്ക് ഇക്കണോമിക്സിലെ ന്യൂ ജനറേഷൻ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അൾട്രാ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ ഇക്കണോമിക്സാണ്. അതാണ് അൾട്രാ ന്യൂ ജനറേഷൻ. നമ്മളതിപ്പോൾ നമുക്ക് പഠിക്കേണ്ടതായിരുന്നു അത് ബിഹേവിയറൽ ഇക്കണോമിക്സാണ്, അല്ലെങ്കിൽ ഹെറ്ററഡോക്സ് ഇക്കണോമിക്സ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇക്കണോമിക്സിൻ്റെ വേറൊരു ബ്രാഞ്ചാണ് ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ മാർക്കറ്റ് ഓറിയൻറ്റഡ്, മാർക്കറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ്, സപ്ലൈ കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നൊക്കെ പറഞ്ഞ് ഇക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്കാവട്ടോ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. മാത്സ് പഠിക്കുന്ന കുട്ടികൾ നമുക്ക് പയ്യെ പഠിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾക്ക് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ബിഹേവിയറൽ എക്കണോമിക്സ്. ജനറേഷൻ വൈ എന്ന് വേണമെങ്കിൽ വിളിച്ചു, അല്ലെങ്കിൽ ജനറേഷൻ ഇസഡ്. നമ്മളിനി ഇക്കണോമിക്സ് ശരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇനി ജനറേഷൻ ഇസഡ് ആവും. ഇവരെ നമ്മൾ ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ ആൾക്കാർ ജനറേഷൻ എക്സ് എന്ന് വിളിക്കാം, അല്ല വൈ എന്ന് വിളിക്കാം. അതിന് മുമ്പ് വരുന്ന ആളുടെ എക്സ്, ജനറേഷൻ എക്സ് ആണ് റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. മറ്റവരൊക്കെ കെയ്ൻസൊക്കെ വേണമെങ്കിൽ ക്ലാസിക്കൽസ് എന്ന രീതിയിൽ ഭയങ്കര 100 വർഷമായില്ലേ, ഇത്രയൊക്കെ ആയില്ലേ, ഇനി കെയ്ൻസിനെയൊക്കെ പഴഞ്ച എക്കണോമിക്സിന് വിളിച്ചുകൂടെ? അപ്പോൾ കെയ്ൻസ് എന്ന് പറഞ്ഞാൽ അത്രയും പഴയതായി. ഒരു ഈസ്റ്റ്മാൻ കളർ എന്നൊക്കെ പറഞ്ഞ് സിനിമയ്ക്ക് എത്തിയിട്ടുണ്ടോ? കളറും അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റും അല്ല എന്ന് പറഞ്ഞ ഒരു സംഭവം. ഈസ്റ്റ്മാൻ്റെ കളർ ഭയങ്കര പഴയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞ് ആദ്യം കണ്ടുപിടിച്ച സിനിമ ഈസ്റ്റ്മാൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈസ്റ്റ്മാൻ കളർ എന്നാൽ ഇതെൻ്റെ വിചാരം കേട്ടോ, ശരിയാണെന്ന് അറിയില്ല. അതിൻ്റെ അകത്ത് ഇങ്ങനെ കളറില്ല, എന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും അല്ല, അതൊരു പ്രത്യേക കളർ, നീല ഭയങ്കര കൂടുതലായിട്ടുള്ള തരം കളർ. ആ ഈസ്റ്റ്മാൻ ഗെയിംസ്, അതിനുമുള്ള ക്ലാസിക്കൽസ് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. ഇങ്ങനെയാണ് ഇക്കണോമിക്സ് തിയറിയുടെ എവല്യൂഷൻ. അതിൽ നമ്മൾ ജനറേഷൻ എക്സിനെ കുറിച്ച് സംസാരിക്കും. റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഓർ ദി നിയോ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം ഈ ക്ലാസ്സിൽ. A historical development in the post-Keynesian era was the emergence of rational expectations coupled by American economist Robert E. Lucas. അത് നോബൽ പ്രൈസ് കിട്ടി കേട്ടോ ഈ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. റാഷണൽ എക്സ്പെക്റ്റേഷൻസ്, ശരിക്കും ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? ഈ പേര് നമ്മളെല്ലാം റാഷണലായിട്ട് ബിഹേവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ റാഷണൽ എന്താ, യുക്തിപരമായി ചിന്തിക്കുന്ന ആൾക്കാർ. ഏതൊരു കേസിലും ഒരു ആർഗ്യുമെൻറ്റ് നടത്തിക്കോട്ടെ, നമ്മളെല്ലാം അതിൻ്റെ അകത്ത് യുക്തി എടുക്കുകയില്ലേ. ഇക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് ലോജിക്സ് എന്ന് പലരും ഡെഫിനിഷൻ തൊട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോജിക്സ് ഉണ്ട്, ഡയഗ്രം ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഒത്തിരി അസംഷൻസ് ഉണ്ട്, റീസണിങ് ഉണ്ട്. പക്ഷേ എക്കണോമിക്സിൻ്റെ ആ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ റാഷണാലിറ്റി. ഹ്യൂമൻ ബീങ്സ് ആർ റാഷണൽ, ഇൻഡിവിജ്വൽ ബിഹേവ്സ് റാഷണലി അല്ല എന്ന് നമ്മൾ പല തിയറിയും പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോജിക്കലി ആളുകൾ ബിഹേവ് ചെയ്യും.
എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. സോ റാഷണാലിറ്റി ഈസ് മെയിൻ അസംഷൻ. അങ്ങനെ റാഷണാലിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ ചെസ്സിലെ കരുക്കം നിൽക്കുന്ന ഒരു ചെസ് കളിക്കാരനെ പോലെ ബിഹേവ് ചെയ്യുമ്പോഴല്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ അയാൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നത് അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി ഇക്കോണമിസ്റ്റിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്നുള്ള പേര് നമുക്കെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇവരെന്തൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ റോബർട്ട് ഇ. ലൂക്കാസ്, ദ റാഷണൽ എക്സ്പെക്റ്റേഷൻ സ്കൂൾ ഈസ് ഓൾസോ കോൾഡ് ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ്. എ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ ഓഫ് ആറി സ്കൂൾ, ആറിന്നോ റാറ്റെക്സ് എന്നൊക്കെ നമ്മളവരെ പലപ്പോഴും വിളിക്കും കേട്ടോ, റാറ്റെക്സ് school which arose during the 1970s is that they re-established several policy prescriptions of the classical school. അതുകൊണ്ടാണ് ന്യൂ എന്നുള്ള പേര് പ്രിഫിക്സ് അവർക്ക് ഇട്ടേക്കുന്നത്. ഓക്കെ, അനദർ ഫാക്ടർ ദാറ്റ് പ്രൊമോട്ടഡ് ദ റൈസ് ഓഫ് ആറി വാസ് ദി സൈമൾട്ടേനിയസ് ആൻഡ് പാരഡോക്സിക്കൽ കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷൻ ഡ്യൂറിംഗ് ദ 1970s. അപ്പം ഈ ഫിലിപ്സ് കാർവിനെ ഡി പിയിലിട്ട ആൾക്കാരുണ്ട്, അവരൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പിന്നീട് വന്ന പല കൂട്ടർ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 1940 തൊട്ട് ഈവൻ കെയ്ൻസ് തൊട്ട് 1930 തൊട്ട് 1970 വരെയുള്ള ആൾക്കാർ പറഞ്ഞ് എന്താണെന്നറിയോ? ഫോർ എൻ എവറി ഇക്കോണമിസ്റ്റ് ദിസ് ഈസ് ദ പോളിസി മെസ്സേജ്. ദാറ്റ് മീൻസ് ഇഫ് യു ആർ എക്സ്പ്രസിങ് ഇൻഫ്ലേഷൻ, യു ഹാവ് ടു എക്സ്പ്രസ് അൺഎംപ്ലോയ്മെന്റ്. ഇഫ് യു ആർ റെഡി ടു അക്സെപ്റ്റ് ഹൈ ഇൻഫ്ലേഷൻ, യു നോ ക്യാൻ റെഡ്യൂസ് അൺഎംപ്ലോയ്മെന്റ്. സോ ദാറ്റ് വാസ് ദി പ്രൊഫസി ഓഫ് ഫിലിപ്സ് കാർ. അപ്പോൾ ഫിലിപ്സ് കാർവ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, റീ ഇൻ്റർപ്രിട്ടേഷൻ, മോഡിഫൈഡ് ഇൻ്റർപ്രിട്ടേഷനൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏത് ഇക്കണോമിസ്റ്റുകാരും ഇക്കണോമിക്സ് സ്കൂളും ഇക്കണോമിക്സാണ് അവരുടെ തിയറിയെങ്കിൽ ഇപ്പോൾ റാഷണൽ അവരാദ്യം കയറി ഒരു തിയറി ഉണ്ടാക്കുന്നത്, വേർഷൻ ഉണ്ടാക്കുന്നത് ഫിലിപ്സ് കാർവിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ആ ഫിലിപ്സ് കാർവ് പറഞ്ഞ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫ് ഒന്നുമില്ല. ഇൻഫ്ലേഷൻ കൂട്ടിക്കഴിഞ്ഞാലും അൺഎംപ്ലോയ്മെൻറ്റ് കുറയല എന്ന് ലോകത്തിന് മനസ്സിലായി 1970s. അപ്പോൾ അതോടെ കെയ്നീഷ്യൻ തിയറിക്ക് ഭയങ്കര വിള്ളൽ വീണു. നമ്മൾ പ്രതിമയ്ക്ക് വെള്ളിൽ വീഴുന്ന പോലെ പറയുന്ന തിയറിക്ക് തെറ്റാന്നല്ല, ശരിയാണോ എന്നൊരു സംശയം വന്നു. കാരണം അവർ പറഞ്ഞ ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ഒരുമിച്ച് നിൽക്കുമല്ലെന്നാണല്ലോ, ശരിയല്ലേ? അപ്പോൾ ഈ ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ഒരുമിച്ചുണ്ടായി, സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടായി. ഇതിന് വിശദീകരണം കൊടുക്കാൻ പറ്റാവുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു പ്രോപ്പർ വിശദീകരണം കൊടുത്ത ഒരു തിയറിയാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻ. അങ്ങനത്തെ എക്സ്പ്ലനേഷൻ കൊടുപ്പോൾ അവർ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ പഴയ ചട്ടക്കൂടുകളെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. കെയ്നീഷ്യൻ തിയറി തെറ്റാന്ന് ഇവർ പറയാൻ തുടങ്ങി. ഓക്കെ, സോ ദി RE tried to provide some valid explanation to the stagflation phenomenon. എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു? ഇതാണ് ശരിക്കും ഫിലിപ്സ് കാർവ്. ഇതല്ല. ഷോർട്ട് റണ്ണിൽ ഇതാണ്, ലോങ് റണ്ണിലും ഇത് തന്നെയാണ്. ലോങ് റണ്ണിൽ ഇതാണ് നമുക്കറിയാം, ഷോർട്ട് റണ്ണിൽ ഇത് തന്നെയാണ്. ചെറിയ കാലയളവിലേക്ക് പോലും പണപ്പെരുപ്പം കൂട്ടി റിയൽ വേജ് റേറ്റ് കുറച്ച് കൂടുതൽ ആൾക്കാരെ തൊഴിലെടുത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ആളുകളാരും മണ്ടന്മാരല്ല എന്നാണ് ഇവർ പറയുന്നത്. പീപ്പിൾ ആർ റാഷണൽ. സോ ദേ അഡ്ജസ്റ്റ് വെരി ക്വിക്ക്ലി. അതാണ്, കാത്തിരുന്നൊന്നുമല്ല. ഇപ്പം തന്നെ അവർ സമരം ചെയ്ത് കൂലി വേണമെന്ന് അവർ ആവശ്യപ്പെടും. പ്രൈസ് ലെവൽ കൂട്ടി, ഇൻഫ്ലേഷൻ കൂട്ടി, മുതലാളിമാർ യഥാർത്ഥ തൊഴിലാളികളുടെ വേജ് കുറഞ്ഞു, അങ്ങനെ കൂടുതൽ ആൾക്കാരെ തൊഴിലെടുക്കാമെന്നുള്ള മാത്രം വിചാരിക്കേണ്ട. തൊഴിലാളികൾ ഭയങ്കര ക്വിക്കാണ്. ഇതാണ് ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്. ഓക്കെ, ആൻഡ് ഇൻ്റർപ്രറ്റഡ് ദ വാലിഡിറ്റി ഓഫ് ദി പോപ്പുലർ ഫിലിപ്സ് കാർ വിച്ച് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് മൈക്രോ എക്കണോമിക് ഐഡിയ ഓഫ് ദി ടൈം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻട്രഡക്ഷൻ പാർട്ടി പറഞ്ഞതല്ല, പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിലിപ്സ് കാർവിനെ കുറിച്ചാണല്ലോ പഠിച്ചത്. ഫിലിപ്സ് കാർവിൻ്റെ പ്രസക്തിക്കോടെ നമ്മളെല്ലാ തിയറികളെയും നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ ഈ ഒരു സെൻറ്റൻസ് ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ, സോ ദി ന്യൂ ക്ലാസിക്കൽ മൈക്രോ എക്കണോമിക്സ് ഈസ് ദസ് an attempt to repudiate and modify Keynesian and monetarist views about the role of microeconomic stabilization policy. ഇപ്പോൾ നമ്മളെ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്റ്റെബിലൈസേഷൻ പറയില്ല, നിങ്ങൾ എപ്പോഴും കേൾക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതിന് എന്താ അർത്ഥം? ഒത്തിരി അർത്ഥമുണ്ട്. നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ് ബിസിനസ് സൈക്കിൾ. ഇതിനെ ഇങ്ങനെയാക്കുന്നതാണ് സ്റ്റെബിലൈസേഷൻ. അങ്ങനെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബൂം കുറയ്ക്കണം, ഡിപ്രഷൻ ഇല്ലെന്നാക്കിക്കണം, ശരിയല്ലേ? അങ്ങനെയാക്കാൻ ആർക്ക് പറ്റും? സെൻട്രൽ ബാങ്കിന് പറ്റുമെന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു. അപ്പോൾ അതിന് പറ്റാനുള്ള രണ്ട് ജോലിയാണ് ഗവൺമെൻറ്, സെൻട്രൽ ബാങ്ക്, ഇത് രണ്ടും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഇക്കണോമിക്സ് എന്ന് പറയുന്നാൽ ഇക്കണോമിക്സ് സബ്ജക്റ്റിൽ രണ്ട് പ്രധാനപ്പെട്ട നമ്മളെ കാട്ടിലെ സിംഹം എന്ന് പറയുന്നവരാണ് ഗവൺമെൻറ്. കാട്ടിലെ പുലിയല്ല, കടുവനെ ആയിക്കോട്ടെ, കടുവയാണ് ആര്? സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇക്കോണമിയെ നയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇക്കോണമി അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള റോള് ആർക്കുണ്ട്? ഫിസിക്കൽ പോളിസിക്കുണ്ട്, മോണിറ്ററി പോളിസി ഉണ്ട്. പക്ഷേ കെയ്ൻസ് പറഞ്ഞ് ഫിസിക്കൽ പോളിസി, മോണിറ്ററിസ്റ്റ് പറഞ്ഞു മോണിറ്ററി പോളിസി സൂപ്പറാണ്. ഇത് രണ്ടിലും പരിമിതികളൊന്ന് ചൂണ്ടിക്കാണിച്ച ആൾക്കാരാണ് ആര്? ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ്. പക്ഷേ അവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സ്റ്റെബിലൈസേഷൻ പോളിസിയാണ്. വാട്ട് ഈസ് സ്റ്റെബിലൈസേഷൻ? യു ആർ സ്റ്റെബിലൈസിങ്. ഇപ്പം നമുക്കാണെങ്കിൽ നമുക്ക് ഈ ബാലൻസ് പോകുകയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ബാലൻസ് പോകുകയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇയർ ബാലൻസ് പോകുകയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്കൊന്നും പല അസുഖങ്ങളും വരാത്തതുകൊണ്ട് അസുഖങ്ങളുടെ തീവ്രത അറിയത്തില്ല. വന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഭയങ്കര
ഇത് മാത്രമല്ല കേട്ടോ, എല്ലാ സെക്ടർസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇയർ ബാലൻസ് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവരെ താഴ്ത്തു നമ്മളിങ്ങനെ നേരെ നിൽക്കുമ്പോൾ എൻ്റെ ജോലി ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് താഴ്ത്തു മറിഞ്ഞ് വീഴുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രഷറിൻ്റെ എന്തോ ഒരു വേരിയേഷനാണ്. അപ്പോൾ അത് ദേ വിൽ ബി ട്രൈങ് ടു സ്റ്റെബിലൈസ്. നമ്മളിങ്ങനെ രണ്ടു കാലം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലേ, നമുക്ക് ഈ നമ്മളെന്താ പറയുക, ഭൂഗുരുത്വാകർഷണത്തിനെതിരെ പ്രതികരിക്കാനുള്ളൊരു കപ്പാസിറ്റി ബ്രെയിൻ തന്നിട്ടുണ്ട്. അത് ഒരു വർഷം കൊണ്ട് കിട്ടിയല്ല, 8 മില്യൺ ഇയേഴ്സ് കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. 8 മില്യൺ അല്ല, 8 ലാക്ക് ഇയേഴ്സിന് മുമ്പ് നമ്മൾ ജനിച്ചത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ ജനിച്ചത് നമ്മൾ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇക്കോണമി ഇങ്ങനെയൊക്കെ താഴോട്ട് പോവുകയാണെങ്കിൽ അതിന് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള റോൾ ഗവൺമെൻറ് ഉണ്ട്, ഫിസിക്കൽ പോളിസിക്ക് ഉണ്ട്. മൈക്രോ എക്കണോമിക്സിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സ്റ്റെബിലൈസേഷൻ പോളിസി. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളതിന് ആ സെൻറ്റൻസ്, ആ ഒരു വാക്ക്, സ്റ്റെബിലൈസേഷൻ പോളിസി എന്നുള്ള 2 വാക്കിനെ നമ്മളതിനെ പെട്ടെന്ന് അങ്ങ് തള്ളിക്കളയരുത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് അതേപോലെ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, ഇൻ ദി ലൈറ്റ് ഓഫ് ദി ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്. ഓക്കെ, നമ്മൾ അതാണ് പറയുന്നത്. സോ മോണിറ്ററിസ്റ്റ് കെയ്ൻഷ്യൻ തിയറി പരിമിതികൾ ചൂണ്ടിക്കാണിക്കുകയും ക്ലാസിക്കൽ തിയറി ഉപയോഗിച്ച് സ്റ്റെബിലൈസേഷൻ പോളിസി എങ്ങനെ നടത്തണം എന്ന് പ്രപ്പോസ് ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ് ന്യൂ ക്ലാസിക്കൽ മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, ദി കെയ്നീഷ്യൻസ് അഡ്വക്കേറ്റ് ഡിമാൻഡ് മാനേജ്മെൻറ്റ് പോളിസീസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി സ്റ്റെബിലൈസ് ഇക്കോണമി. അതായത് അവർ പറയുന്നത് എന്നാണെന്നറിയോ, ഏത് റിസഷനും എന്തിൻ്റെ ഫലമാണ്? ഡിമാൻഡ് ഇല്ലാത്തതിൻ്റെ ഫലം. ഏത് ബൂമും എന്തിൻ്റെ ഫലമാണ്? ഡിമാൻഡ് കൂടുതലാണ്. ഇങ്ങനെ ഡിമാൻഡിൻ്റെ സൈഡിൽ കൂടെ ഇക്കണോമിക് അപ്സിനെയും ഡൗൺസിനെയും നോക്കിക്കണ്ട ആൾക്കാരാണ് കെയ്നീഷ്യൻസ്. ഓക്കെ, മോണിറ്ററിസം ഇതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടൊന്നുമല്ല പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് വളരെ കറക്റ്റീവായിട്ടുള്ളൊരു മെഷറാണ് ഇവർ പറഞ്ഞത്, വളരെ ഡിപ്പാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവരെ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, ദേ ഫേവർ ആക്റ്റീവ്, ഇവിടെ കൊണ്ട് നമുക്ക് നോക്കാം. ദേ ഫേവർ ആക്റ്റീവ് interventionist fiscal and monetary policies. On the other hand, the monetarists advocate monetary measures like supremacy of managing economic stability. അപ്പോൾ എന്ത് ചെയ്യണം? എന്താണോ ഇക്കണോമിക് ഗ്രോത്ത് അതിനനുസരിച്ച് എന്ത് കൂട്ടണം? മണി സപ്ലൈ കൂട്ടണം. ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ട, നിങ്ങൾ ഓർത്തിരിക്കണം. മോണിറ്ററിസ്റ്റ് പറഞ്ഞു എല്ലാ ഇക്കണോമിക് ഇൻസ്റ്റബിലിറ്റിനും കാരണം അറിയാം. ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് 10% ആണെങ്കിൽ അതിന് മുകളിൽ 20% കണ്ട മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ വരും. ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് 10% ആണെങ്കിൽ 5% കണ്ട് മണി സപ്ലൈ, അതുമാത്രം കണ്ട് മണി സപ്ലൈ നടത്തുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിഫ്ലേഷൻ വരും. പിന്നെ ഡിഫ്ലേഷൻ എന്തായിട്ട് റിസഷനായിട്ട് മാറും, റിസഷൻ ഡിപ്രഷനായിട്ട് മാറും. സോ ദിർ ആർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ഇൻ അഡീഷൻ ടു ദി മണി സപ്ലൈ വിച്ച് കോസസ് ബോത്ത് റിസഷൻ ആൻഡ് ഡിപ്രഷൻ ആസ് വെൽ ആസ് ബൂം. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ പോകണ്ട. അപ്പോൾ ഇതാണ് ഒരു മോണിറ്ററിസ്റ്റാണ് സ്റ്റാൻഡ്, അതുപോലെ ഇതാണ് ഒരു ഫിസിക്കൽ സ്റ്റാൻഡ്. ബോത്ത് ദി ആറി ആൻഡ് മോണിറ്ററിസം ക്രിട്ടിസൈസ് സം ഓഫ് ദി ബേസിക് കെയ്നീഷ്യൻ സ്റ്റാൻഡ് ലൈക്ക് സുപ്രീമസി ഓഫ് ദി ഫിസിക്കൽ പോളിസി. ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, സോ വൺസ് മോർ ഐ എം റിപ്പീറ്റിംഗ് ദാറ്റ് സെൻറ്റൻസ്. ബോത്ത് ദി ആറി എന്ന് പറഞ്ഞാൽ എന്താ? ആറി എന്ന് പറഞ്ഞാൽ റാഷണൽ എക്സ്പെക്ടേഷൻ. ചില നമ്മൾ അതിനെ റാറ്റെക്സ് എന്ന് പറയും. ലാറ്റെക്സ് അല്ലോട്ടോ, റാറ്റെക്സ്. Okay, and monetarism criticizes some of the basic Keynesian stand like supremacy of the fiscal policy. Robert Lucas and fellow RE economists were skeptical, critical about the role of both fiscal and monetary policies in stabilizing the economy. Okay, this means that RE criticized the ideas of monetarism as well. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു കോമഡി എന്താണെന്നറിയാം, നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാം മോണിറ്ററി എക്കണോമിക്സ് econometrics പഠിച്ചു. Econometrics is an application of mathematics in economics, not just mathematics, it is a hybrid. Actually that subject, how far hybrid and the nature of econometrics, I need not discuss that. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഇക്കണോമെട്രിക്സിൻ്റെ ഒരു പുള്ളിക്കാരനെ വിളിച്ച പുള്ളിക്കാരൻ പറയണേ, ഇക്കണോമിക്സ് പഠിച്ച ചില ആൾക്കാർ ഇക്കണോമെട്രിക്സിനെ നന്നായിട്ട് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് താല്പര്യം വരും. എനിക്കത് മാത്രമേ ഇപ്പം മനസ്സിലെന്ന് പറയാം. അപ്പോൾ അത് ഒരു വേറൊരു ലെവലിലാണ്. നമ്മൾ ഈ ചില ഗെയിമൊക്കെ കളിക്കില്ലേ, FF പോലുള്ള ഗെയിമുകൾ, അത് കളിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പുറത്തുള്ള ഒരാൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ PUBG കളിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇക്കണോമെട്രിക്സ് നന്നായിട്ട് അറിയാവുന്നവർക്ക് ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു തിയറി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. അപ്പോൾ തിയറി ഉണ്ടാക്കി ഇവിടെ പഠിച്ചു, നിങ്ങൾ തിയറി ഉണ്ടാക്കി പഠിച്ച കോളേജിൻ്റെ പേരിൽ നിങ്ങൾ അറിയപ്പെട്ടു, പഠിപ്പിച്ച ടീച്ചറിൻ്റെ പേരിലും വേണമെങ്കിൽ ഇടയ്ക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിയറി അങ്ങ് ഡെവലപ്പ് ചെയ്ത് ഒത്തിരി സംഭവങ്ങൾ ഒന്നും വലിയ ആകാൻ വലിയ പാടൊന്നുമില്ല. ഈ ലൂക്കാസിനും ഭയങ്കര വലിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇങ്ങനെയുള്ള നമ്മൾ കേംബ്രിഡ്ജ് സ്കൂളിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ, കെയ്ൻസ് പഠിച്ചു. ഇനി നമ്മൾ ഫ്രീഡ്മാൻ്റെ കോളേജിനെ കുറിച്ച്, ചിക്കാഗോ യൂണിവേഴ്സിറ്റി, അവിടെ തന്നെ ഒരാളായിരുന്നു ലൂക്കാസ്. ഒരു സൈഡിൽ ഫ്രീഡ്മാനും വേറെ സൈഡിൽ ലൂക്കാസും. ഫ്രീഡ്മാനെ പേടിപ്പിക്കുകയും കെയ്ൻസിനെ ഇടിക്കുകയും ചെയ്തു എന്നാണ് ഈ പറയാം. ലൂക്കാസിൻ്റെ റാഷണൽ എക്സ്പെക്റ്റേഷൻ സ്കൂൾ.
അപ്പോൾ ഇതാണ്, ഇത് രണ്ടുപേരും ഒരു യൂണിവേഴ്സിറ്റി ഉള്ളവരാണ്. ഏത്? ചിക്കാഗോ യൂണിവേഴ്സിറ്റി ഉള്ളവരായിരുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ലൂക്കാസ്. ഓക്കെ. The new classical model of rational expectation is a more basic critical Keynesian theory than the monetarist model. ഇപ്പോൾ നമ്മൾ പറയുമ്പോഴല്ലോ ഇവർ മോണിറ്ററിസ്റ്റിനേക്കാൾ ഒരു കെയ്ൻസിനെ ക്രിറ്റിസൈസ് ചെയ്തു. ദി ആക്ച്വൽ തിയറി ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻസ് പ്രപ്പോസ്ഡ് ബൈ ജോൺ എഫ് മോത്ത് ഇൻ ഹിസ് സെമിനൽ പേപ്പർ റാഷണൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് ദി തിയറി ഓഫ് പ്രൈസ് മൂവ്മെൻറ്റ്സ്. ഇതാണ് ആളുകൾ എങ്ങനെ പ്രൈസ് മൂവ്മെൻറ്റ്സ് അനുസരിച്ച് അവരുടെ ആക്ടിവിറ്റീസ് നടത്തും എന്നാണ്. ആളുകൾ റാഷണലി പലതും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആളുകൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്നാണ് ഈ ജോൺ മുത്ത് എന്ന് പറയുന്ന ആൾ പറഞ്ഞത്. അദ്ദേഹം ഭയങ്കര പഴയ 1960 തിയറി ഉണ്ടാക്കി. 1970 ലൂക്കാസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. യെറ്റ് ദ തിയറി കോട്ട് അറ്റൻഷൻ ഓൺലി ബൈ ദി early 1970s വിത്ത് റോബർട്ട് ഇ ലൂക്കാസ്, ടി സാർജന്റ് ആൻഡ് ദി ന്യൂ ക്ലാസിക്കൽ റെവല്യൂഷൻ in economics. Main approach of the new classical economics was developed by Lucas, Sargent, Barrow and Neil Wallace in America and Patrick Manford in England. ഓക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് ഈ തിയറിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് നോക്കണം. നമ്മൾ നെറ്റിൻ്റെ എക്സാമിൽ വരുമ്പോൾ ഇവരുടെയൊക്കെ പേരെടുത്തിടും. ഓക്കെ. ഇപ്പോൾ സാർജൻ്റെ പേര് മറന്നേക്കരുത്, ലൂക്കാസിൻ്റെ പേര്, അതുപോലെ ബാരോയുടെ മോഡൽസൊക്കെ ഉണ്ട്, വാലസ്, ഓക്കെ, മിൻഫോർഡ്, ഇവരൊക്കെയാണ് ഏത് നമ്മുടെ ഈ സ്കൂൾ ഓഫ് തോട്ട് ഏതാണ് ന്യൂ ക്ലാസിക്കൽ മോഡലിൻ്റെ പ്രൊപ്പോണൻസ് ഇവരൊക്കെയാണ്. നമുക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. മാത്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വേറൊരു സൈഡ് അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നമ്മളിങ്ങനെ ഇപ്പോൾ എന്നോട് മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു ടീച്ചർ പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ എസ്സേ ഒക്കെ വായിക്കാൻ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇങ്ങനെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് എക്കണോമിക്സ് സബ്ജക്റ്റുകളിലൊക്കെ ഭയങ്കരമായിട്ട് എഴുതി വെച്ചു, അതൊക്കെ എങ്ങനെയാണ് വായിക്കുന്നത്? ഞങ്ങൾക്ക് ഇക്വേഷനൊക്കെ വെച്ച് ഇങ്ങനെ എഴുതുന്ന താല്പര്യം. So for all those students who are graduated from mathematics, there are mathematical versions of all economics theories. Basically these people were mathematicians, but they integrated economics in that mathematics. How they integrated, how beautifully they integrated mathematics in economics is a model for us. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അകലെ നിൽക്കാതെ അടുത്ത് വന്ന് ഈ തിയറിയൊക്കെ ആ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്കണോമിക്സ് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചുള്ളൂ മാത്തമാറ്റിക്കൽ വെർഷൻസ് നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല. പയ്യെ നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് കടന്നു പോകാം. ഓക്കെ. ഇനി മീനിങ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻസും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ. മീനിങ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻ. അക്കോർഡിംഗ് ടു റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ്, ഇക്കണോമിക് ഏജൻറ്റ്സ് സച്ച് as workers and firms do not know the future properly or with certainty. certainty എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചോ കോളേജൊക്കെ ഇങ്ങനെ അടച്ച് ഇടുമെന്ന്? നിങ്ങൾ ഡിഗ്രിയൊക്കെ പാസ്സാകുന്ന കാലഘട്ടത്തിൽ, അല്ല അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഭയങ്കര പാടായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. സോ ദർ ഈസ് നോ സർട്ടനിറ്റി ഫോർ ദി ഫ്യൂച്ചർ. അപ്പോൾ ഒരു കാര്യവും കൃത്യമായിട്ട് ആർക്കും അറിയത്തില്ല. ആൻഡ് ദെയർഫോർ ദി ബേസ് ദെയർ ഡിസിഷൻസ് ഓൺ ദെയർ എക്സ്പെക്റ്റേഷൻസ്. അപ്പം നമുക്കൊരു കാര്യവും പ്രതീക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ ഒരു കാര്യവും നമുക്ക് അറിവില്ലെങ്കിൽ, ഭാവിയിൽ ഒരു കാര്യവും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറയും? എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് നമ്മുടെ എക്കണോമിക് ഡിസിഷൻസ് എടുക്കും, അല്ലേ? നിങ്ങളും അങ്ങനെയല്ലേ? എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് അല്ലേ, പ്രതീക്ഷ വെച്ചാലല്ലേ നമ്മുടെ തീരുമാനം, നമ്മളെ ആക്ടിവിറ്റി നടത്തുന്നത്. പാസ്റ്റ് എക്സ്പീരിയൻസ് പ്രധാനപ്പെട്ടാണ്, ഫ്യൂച്ചർ ഭയങ്കര അൺസർട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനെ ആശ്രയിക്കും? നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനെ ആശ്രയിച്ചു. എക്സ്പെക്റ്റേഷൻസ് റിയലാണോ എന്നുള്ളത് റിയലൊക്കെ തന്നെയാണ്, നമ്മുടെ റിയലൊക്കെ തന്നെയാണ്. ആ എക്സ്പെക്റ്റേഷൻ നമ്മൾ റിയലാക്കാൻ നോക്കുമല്ലോ, കാരണം നമ്മളാണല്ലോ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ അനുഭവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് തീരുമാനം എടുത്താലും ഭാവിയെക്കുറിച്ച് നമുക്ക് എന്തുണ്ട്? പ്രതീക്ഷയുണ്ട്. ഇവരും അത് തന്നെയാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് സെൻസിൽ, അല്ലെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സ് ആണോ സയൻസുകാരാണോ, ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കുന്ന ഒരു കാര്യത്തെ ഇക്കണോമിക് സൈഡിൽ അപ്ലൈ ചെയ്യുക മാത്രമേ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ആര് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര പ്രധാനപ്പെട്ട. റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര പ്രധാനപ്പെട്ട. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ. ഫ്യൂച്ചർ ഈസ് വാട്ട്? അൺസർട്ടൺ. സോ ഗിവൺ ദാറ്റ് അൺസർട്ടണിറ്റി, you depends upon your expectations to take decisions. Okay, so that was the simple logic suggested by rational expectations group. They using that logic, they interpreted the Phillips curve. They found that Keynesian economics has some fault. They found that classical economics is almost good. Okay, so that was the approach of the rational expectations. The economic agents make rational expectations of future if they use all available information to meet best possible forecast. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അവർ ഫ്യൂച്ചറിലെ എക്സ്പെക്റ്റേഷൻസ് നടത്തുമ്പോഴല്ലോ അതിന് എന്തെന്ന് അറിയോ? നിലവിലുള്ള എല്ലാ ഇൻഫർമേഷനും ഉപയോഗിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ഫോർകാസ്റ്റിംഗ് അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലേ നമ്മളിപ്പം ഏതെങ്കിലും ഒരു അടുത്ത ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിലവിലുള്ള എല്ലാ ഇൻഫർമേഷനും ഉപയോഗിച്ചില്ല നമ്മൾ ജോലിക്ക് അപേക്ഷിക്കുക, ശരിയല്ലേ? അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചില എക്സ്പെക്റ്റേഷൻസ് നടത്തും, അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ ലോജിക് ഓർ ദി വേ ഓഫ് വർക്കിംഗ് ഓഫ് rational expectations
and its application in economics. Okay, this rational expectation hypothesis was put forward by Robert Lucas of University of Chicago. Okay, പിന്നെ അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഫീച്ചറും മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ബേസിക് പ്രൊപ്പോസിഷൻസ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻസ് മോഡൽ. മാർക്കറ്റ്സ് ക്ലിയേഴ്സ് ഇമ്മീഡിയറ്റ്ലി, ദേ ഹാവ് നോ ഫെയ്ത്ത് ഇൻ ഐദർ മണി വേജ് ഓർ സ്റ്റിക്കിനെസ്. ഇതൊക്കെ വരുമ്പോഴത്തേക്കും എന്താണെന്ന് നിങ്ങൾ നോക്കും, നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പറയാം. അതായത് മണി വേജ് സ്റ്റിക്കിനെസ് ഓർ പ്രൈസ് സ്റ്റിക്കിനെസ് ഒരു കാരണവശാലും ഇല്ല. മനസ്സിലായി? പ്രൈസ് ലെവൽ 5% കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂലി 5% കൊണ്ട് കൂട്ടിത്താ എന്നാരും പറയും? എംപ്ലോയീസ് പറയും, തൊഴിലാളികൾ പറയും. മനസ്സിലായി? അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയില്ല. അതായത് 5% കണ്ട് പ്രൈസ് ലെവൽ കുറഞ്ഞാൽ 100 105 വേജ് റേറ്റ് കൂടാതെ 100 നിൽക്കുകയില്ല എന്നാണ് ഇവർ പറഞ്ഞത്. നോ സ്റ്റിക്കിനെസ്. ഓക്കെ, ദർ ഇസ് നോ എനി സ്ട്രോങ് ഡിസൈറബിലിറ്റി ഓഫ് ആക്ടിവിസ്റ്റ് ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി ഫോർ അച്ചീവിങ് മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി ബോത്ത് ഇൻ ദി ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. അപ്പോൾ നമ്മളെന്നാ അറിയാം, ഇക്കണോമിക് സ്റ്റെബിലിറ്റി വരുത്തണമെങ്കിൽ ഇൻഫ്ലേഷനിൽ നിന്ന് പ്രൈസ് സ്റ്റെബിലിറ്റി, ഡിഫ്ലേഷനിൽ നിന്ന് പ്രൈസ് സ്റ്റെബിലിറ്റി, ഭൂമിയിൽ നിന്ന് താഴോട്ട്, ഡിപ്രഷനിൽ നിന്ന് മുകളിലോട്ട്. അപ്പോൾ ഈ ട്രെൻഡിലേക്ക് തിരിച്ചു വരിക, എക്കോണമി സ്റ്റേബിളായിട്ട് നിൽക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഫിസിക്കൽ പോളിസി ഉപയോഗിക്കണോ മോണിറ്ററി പോളിസി ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ അതല്ലാതെ ചില ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി വരാം. ഇതാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രൊപ്പോസിഷൻസ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് ഇവരുടെ അസംഷൻസ്, അതുപോലെ തന്നെ ഇവർ ലൂക്കാസിൻ്റെ ക്രിട്ടിക്ക്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ കുറേ ഡയഗ്രം ഒക്കെ ഉണ്ടോ, ചെറിയ ഡയഗ്രം, കോംപ്ലക്സ് ആയിട്ടുള്ള ചിലന്തി പോലെയുള്ള ഡയഗ്രം ഒന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുള്ള ചെറിയൊരു ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയുള്ള കുറേ രീതിയിലൂടെ നമ്മൾ ആദ്യത്തെ ഭാഗമായിട്ട് റാഷണൽ എക്സ്പെക്റ്റേഷൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ, പിന്നെ ലൂക്കാസ് ക്രിട്ടിക്ക്, റാഷണൽ എക്സ്പെക്റ്റേഷൻ, ഹൈപ്പോത്തസിസ് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ശരി, ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുത്താൽ ഞാൻ നേരത്തെ നിർത്തുന്നു കേട്ടോ. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ? സംശയമില്ലല്ലോ? എനി ഡൗട്ട്? ഓക്കെ, താങ്ക് യു. Thank you, sir. ഓക്കെ. Thank you, sir.